പാലക്കാട് 3 അംഗ കുടുംബത്തെ 4 ദിവസമായി കാണാനില്ല എന്ന പരാതിയുമായി ബന്ധുക്കൾ. വാണിയംകുളം ശബരി നിവാസിൽ ദിവാകരൻ, പുഷ്പലത, മകൻ ബിനു എന്നിവരെയാണ് കാണാതായത്. ബന്ധുക്കളുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 4 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. ഞങ്ങൾ നെയ്ബേഴ്സിനോടൊക്കെ അന്വേഷിച്ചു. അവരൊക്കെ പറഞ്ഞ് കോട്ടയത്തേക്ക് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം എല്ലാ ബന്ധുവീടുകളിലും ഞങ്ങൾ അന്വേഷണം നടത്തി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം തോന്നുകയും പോലീസിൽ പരാതിപ്പെട്ടത് കൊണ്ടാണ്. 3 പേരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. വ്യാഴാഴ്ച മുതൽ സ്വിച്ച് ഓഫ് ആണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഇപ്പോൾ ഇവരെ കാണുന്നില്ല എന്ന പരാതി ഉന്നയിച്ചത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇവർ മിസ്സിംഗ് ആണെന്നൊരു തോന്നലുണ്ടായത്? അത് കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് ഈ വാണിയംകുളം പനയൂർ മേഖലയിൽ താമസിക്കുന്ന ഈ 3 അംഗ കുടുംബത്തെ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത്. നാട്ടുകാർ, ഇവരുടെ പരിസരവാസികളെല്ലാം ഈ വീട്ടുപരിസരത്തേക്ക് എത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. സ്ഥിരമായി വീടിന് പുറത്തെത്താറുള്ള കുടുംബം എവിടെ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് ഇവരെ കാണാനില്ല എന്നുള്ള കാര്യം അറിയുന്നത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാരും വിചാരിച്ച പോലെ ബന്ധു വീടുകളിലേക്ക് മറ്റ് പരിപാടികളിലൊക്കെ പോയതായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ബന്ധുക്കളും ഇവരെ തേടി എത്തിയപ്പോഴാണ് ഇവരെ കാണാതായ വിവരം തിരിച്ചറിയുന്നത്. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ താമസിക്കുന്ന 68 വയസ്സുള്ള ബാബു ഭാസ്കർ, ഇവരുടെ ഭാര്യ 65 വയസ്സുള്ള രമാദേവി, മകൻ 32 വയസ്സുകാരനായിട്ടുള്ള വിഷ്ണു എന്നിവരെയാണ് കാണാനില്ല എന്ന രീതിയിലൊരു പരാതി ഇപ്പോൾ കുടുംബം പറയുന്നത്. ഇവരുടെ വാണിയംകുളത്തെ വീട് 4 ദിവസമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. ബന്ധുക്കൾ ഇവരുടെ ഫോണുകളിലേക്ക് വിളിച്ച് പരിശോധിച്ചെങ്കിലും ഈ ഫോണുകളെല്ലാം നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. ഇവരുടെ വീട്ടിലൊരു ബൊലേറോ വാഹനം ഉണ്ടായിരുന്നു. ഈ വാഹനം ഉപയോഗിച്ച് ഈ 3 അംഗ കുടുംബം സഞ്ചരിച്ചതായി ഒരു CCTV ദൃശ്യം പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നു. അതേപോലെ തന്നെ ഈ മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഷൊർണൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത്. കുടുംബം നൽകിയ പരാതിയിലാണ് ഷൊർണൂർ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവരുടെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത് ഇവരുടെ വീട്ടുപരിസരമായിട്ടുള്ള ഈ പനയൂർ മേഖലയിൽ തന്നെയാണ്. ഏതായാലും വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കാരണം ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ കാണാതായി എന്ന് പറയുന്ന ആ വ്യാഴാഴ്ച ദിവസം രാവിലെ ഒരു ബൊലേറോ വാഹനത്തിൽ ഇവർ 3 പേരും പോകുന്നതായിട്ടുള്ള ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് വാണിയംകുളത്താണ് 3 അംഗ കുടുംബത്തെ കാണുന്നില്ല എന്ന ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അവർ വാഹനത്തിൽ പോകുന്ന ചില CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയുന്നു. പക്ഷേ 3 പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുമുണ്ട്. എന്തായാലും പരാതിയിൽ പോലീസ് അന്വേഷിക്കുകയാണ്.